സാവാത്തകൾ 5 കിട്ടുക. അപ്പോൾ പണി നോക്കി വീട്ടിൽ 3 ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടോമീസ് ബിഷപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ അതേപോലെ നമ്മൾ ഇന്നും വെളുപ്പിന് തന്നെ 5 മണിക്ക് കട തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു രാവിലെ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് തിരുതകൾ കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു സൈസ് വരുന്ന തിരുത നമ്മൾ ഇന്ന് വിറ്റ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 600 ചെറുതിന് 500 ആയിരുന്നു കേട്ടോ. പിന്നെ നല്ല നാരങ്ങ മീൻ ഉണ്ടായിരുന്നു. നാരങ്ങ മീൻ പൊതുവേ ഇന്ന് കുറവായിരുന്നു കേട്ടോ. 5,400. അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന നാരങ്ങ വിറ്റ് വില കിലോയ്ക്ക് 340 രൂപയ്ക്കാണ്. അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ചെമ്മീനായിരുന്നു ഇന്നുണ്ടായിരുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് നല്ല വലുപ്പമുള്ളൊരു പൂമീനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു പൂമീൻ്റെ തൂക്കം എന്ന് പറഞ്ഞാൽ കറക്റ്റ് 7 കിലോ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ. അതായത് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള ഒരു ഓർഡർ ആയിരുന്നു. അപ്പോൾ അവർക്ക് കറിക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഡർ ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ പൂമീനെ അവർക്ക് തൂക്കി കൊടുക്കുന്ന ഒരു കാഴ്ചയുണ്ട് കാണാം. അപ്പോൾ നമ്മൾ നേരെ അതിനെ തൂക്കിയിട്ട് നമ്മുടെ ചാക്കോച്ചേട്ടൻ്റെ കയ്യിലോട്ട് കൊണ്ടുപോയിട്ട് കൊടുക്കുന്ന കാഴ്ചയായിട്ട് നമ്മൾ പോളിച്ചേട്ടനാണ് ചാക്കോച്ചേട്ടനെ കൊണ്ടുപോയി ഏൽപ്പിക്കുന്നത് പൂമിനെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാംസത്തിൽ മുള്ളുണ്ടാവാറുണ്ട് സാധാരണ. അപ്പോൾ സാധാരണ നമ്മുടെ കടയിൽ എപ്പോഴും അവൈലബിൾ ആവാറുള്ള പൂമീൻ എന്ന് പറഞ്ഞാൽ 1/2 കിലോ അല്ലെങ്കിൽ 1 കിലോ താഴെ തൂക്കമുള്ള പൂമീനാണെന്ന് സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളൂ. പക്ഷേ ഇന്ന് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പൂമീനാണ്. 7 കിലോ എന്നൊക്കെ പറയുമ്പോൾ നല്ല സൈസാണ്. അപ്പോൾ ആ ഒരു പൂമീൻ മതിയാവും ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ റെസ്റ്റോറൻറ്റിന് ഇന്നത്തെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്. അടിപൊളിയായിരുന്നു. അടിപൊളി സൂപ്പർ പരിപാടിയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ കടയിൽ നിന്നുണ്ടായിരുന്ന സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ജീവനുള്ള കാളാഞ്ചികൾ ഇന്ന് അവയിലുള്ളായിരുന്നു കേട്ടോ. സാവാത്തകൾ 5 കിട്ടുക. അപ്പോൾ പണിയാകെ ഒരു കൊട്ട കളാഞ്ചിയുണ്ട്. അതെ വലുതുണ്ട്. വലിയൊരു കാളാഞ്ചി കേട്ടോ. വലിപ്പമില്ല എന്നാലും കുഴപ്പമില്ല അല്ലേ. നോക്കി അപ്പോൾ അതിരാവിലെ തന്നെ നമ്മുടെ ഒരു ചേട്ടൻ 2 ഞണ്ടിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാഞ്ചുപാപ്പൻ ആ ഞണ്ടിനെ തൂക്കിയെടുക്കാനായിട്ട് നമ്മുടെ ജോഷുപാപ്പനെ ഏൽപ്പിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഞണ്ടിൻ്റെ വലിപ്പം നിങ്ങൾ നോക്കിക്കോട്ടെ. നല്ലോണം ഇത് 900 മതി ചേട്ടാ. 900 മതിയാ. അപ്പോൾ അതേ നമ്മുടെ കടയിലെ രാവിലത്തെ അവൈലബിൾ ആയിട്ടുള്ള മീനുകളാണ് നമ്മുടെ തട്ടിലി കിടക്കുന്നത്. ഏരിയുണ്ട്, പിലോപ്പി, കാളാഞ്ചി, ചെമ്പല്ലി, നെയ്മീൻ, ചെമ്മീൻ, കരിമീൻ, വറ്റ തുടങ്ങിയ ഇഷ്ടംപോലെ വെറൈറ്റി മീനുണ്ടായിരുന്നു. പിന്നെ അതേ കാണുന്ന മുരിങ്ങിറച്ചിയും അവൈലബിൾ ആയിരുന്നില്ല നമ്മുടെ കടയിൽ നിന്ന്. അപ്പോൾ അതേ ഒരു ചേട്ടൻ്റെ കുറച്ച് മീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ രാത്രി
പിടിച്ച മീനുകളായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ കാറിൻ്റെ ബാക്കിൽ ഐസ് ബോക്സിൽ ഐസ് പാക്ക് രാത്രി പിടിച്ചുകൊണ്ട് തന്നെ ഐസ് പാക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ ഐസ് പാക്ക് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ മീനുണ്ടെന്ന് നിങ്ങൾ തന്നെ കാണുന്നത്. നമ്മുടെ ജോഷ് ബാപ്പൻ്റെ നേതൃത്വത്തിലാണ് ആ എല്ലാ മീനുകളും തൂക്കിയെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഐസ് മാറ്റിയിട്ട് എടുക്കുന്ന മുകളിൽ തന്നെ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ചെറുതും വലുതുമായിട്ടുള്ള കരിമീനുകളാണ്. പിന്നെ ഇനിയുള്ളത് എന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ടു നോക്കട്ടെ. നേരത്തെ പറഞ്ഞ പോലെ മുകളിൽ കരിമീൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ കരിമീനെല്ലാം മാറ്റിയെടുത്ത് വന്നപ്പോഴാണ് അതിൽ ഇഷ്ടംപോലെ ചെമ്പലികൾ ഉണ്ടായിരുന്നില്ല. പല വലുപ്പത്തിലുള്ള നല്ല നാടൻ ചെമ്പലികൾ ഉണ്ടായിരുന്നു. അപ്പോൾ വന്ന പാടെ ഇഷ്ടംപോലെ പേര് അത് വാങ്ങിക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതേ പല വലുപ്പം അനുസരിച്ച് പല കാറ്റഗറികളാക്കിയിട്ട് തിരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ഇതിലുണ്ടായിരുന്നതിൽ വലുപ്പമുള്ള ചെമ്പലിക്ക് നമ്മൾ 600-നും അതിന് താഴെ വലുപ്പം പോകുന്ന ചെമ്പലിക്ക് 500-നും 440, 400 അങ്ങനെയാണ് നമ്മൾ വിറ്റത്. ഏറ്റവും ചെറിയ ചെമ്പലിക്ക് എന്ന് പറയുന്നത് നമ്മൾ 300 രൂപയ്ക്കാണ് വിറ്റത്. അങ്ങനെ ആ പെട്ടിയിൽ കൊണ്ടുവന്ന മീനെല്ലാം കൂടി നമുക്ക് തന്നപ്പോൾ ആ ചേട്ടന് കിട്ടിയ തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6,928 രൂപയായിരുന്നു കേട്ടോ. അങ്ങനെ നേരമൊക്കെ പരപരാന്ന് വെളുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രാത്രിയും ഇന്നലെയൊക്കെയായിട്ട് വന്ന മഡ് ക്രാബ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിത് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഞണ്ടുകളാണ് ഇതിൽ കാണുന്നത്. ഇതിലിപ്പോൾ 2,800 രൂപയുടെ ഞണ്ട് മുതൽ 600 രൂപയുടെ ഞണ്ട് വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് അങ്ങനെ ഡിസ്പ്ലേക്ക് അധികം വെക്കാറില്ല. ഇത് നമ്മൾ പുറത്തേക്ക് കയറ്റി അയക്കാറാണ് പതിവ്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് ഈ കാണുന്ന പോലെ പെൺഞണ്ടും പിന്നെ കമ്മട്ടിക്കാല ഞണ്ടെന്ന് പറയും, ആൺഞണ്ടിനെയാണ് പറയുന്നത്. അപ്പോൾ അതുമായിരുന്നു ഇന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 600-ഉം 650, പിന്നെ അങ്ങനെ വില കൂടിക്കൂടി പോകട്ടോ. ഇവിടെ ഈ ഒരു ഞണ്ടിൻ്റെ വില എന്ന് പറഞ്ഞിട്ട് കിലോയ്ക്ക് 1,250 രൂപ വരോട്ട് ഈ ഒരു ഞണ്ട്. അതിൻ്റെ തൂക്കം എന്ന് പറഞ്ഞാൽ നേരത്തെ കണ്ടില്ലേ ആ ഒരു ചേട്ടൻ കൊണ്ടുവന്നില്ലേ നമ്മുടെ ജോഷി ബാബൻ തൂക്കിയെടുത്ത ഞണ്ട്, ആ ഒരു ഞണ്ടാണ് ഇപ്പോൾ ആ കയ്യിൽ നമ്മുടെ അബ്ദുള്ളയുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 1,250 രൂപയാണ്. അതിനപ്പോൾ 700 ഗ്രാം ഉണ്ടായിരുന്നിട്ട് ആ ഒരു ഞണ്ട് മാത്രം. അപ്പോൾ ഈ ഞണ്ടെല്ലാം പല വലുപ്പത്തിനും അതിൻ്റെ ക്വാളിറ്റിക്കും അനുസരിച്ച് കാറ്റഗറൈസ് ചെയ്ത് മാറ്റിയിട്ട് തിരിഞ്ഞ് മാറ്റിയിട്ട് ഓരോരോ പെട്ടികളിലാക്കിയിട്ട് ഇന്ന് തന്നെ പുറം രാജ്യങ്ങളിലോട്ട് കയറ്റുമതി ചെയ്യാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്യട്ടെ. അപ്പോൾ മിക്കവാറും തന്നെ നാളെ തന്നെ ഇത് ഫ്ലൈറ്റ് കയറി തായ്ലൻഡ്, ചൈന അല്ലെങ്കിൽ സിംഗപ്പൂർ അങ്ങനെയുള്ള രാജ്യങ്ങളിലോട്ട് കയറ്റുമതി ചെയ്യാനുള്ള ഞണ്ടുകളാണ് ഈ കാണുന്നതല്ല. പിന്നെ ഇന്ന് സ്പെഷ്യലായിട്ടുണ്ടായിരുന്ന വേറൊരു ഐറ്റം ഉണ്ട്. ഈ കാണുന്ന ചെപ്പേരി എന്ന് പറഞ്ഞിട്ട് ഫിംഗർ മാർക്ക് എന്ന് പറയും. ഫിംഗർ മാർക്ക് സ്നാപ്പർ എന്ന് പറയാറുണ്ട് ഈ ചെമ്പിൽ ഈ ഒരു ചെപ്പേരിനെ. നല്ല വലുപ്പം വെക്കുന്ന മീനാണ്. അപ്പോൾ ഇന്ന് കിട്ടിയതെന്ന് പറഞ്ഞാൽ ചെറിയ ചെപ്പേരികളാണ്. പിന്നെ അതുകൂടാതെ കുറച്ച് വെട്ടനൊക്കെ ഉണ്ടായിരുന്നു. മുറിവ് ഉണങ്ങാനൊക്കെ നല്ലൊരു മീനാണ് കേട്ടോ ഈ വെട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ നമ്മളിവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യണം. എന്തെങ്കിലും തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. ഇതുവരെ കണ്ടിരുന്ന എല്ലാവരോടും വലിയൊരു താങ്ക്സ് കേട്ടോ. താങ്ക് യു സോ മച്ച്.